നമസ്കാരം. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായി എത്തി ഇപ്പോൾ ബാക്കപ്പ് റോഡിലേക്ക് പിന്തള്ളപ്പെട്ടതിന്റെ നിരാശയിലും ദുഃഖത്തിലുമാണ് സഞ്ജു സാംസൺ. നേരത്തെ ബാക്കപ്പ് റോളിൽ ടീമിലേക്ക് വന്നാൽ ഇഷാൻ കിഷനാണ് ഇപ്പോൾ അദ്ദേഹത്തെ പിന്തള്ളി പ്ലേയിങ് 11-ൽ സീറ്റ് ഉറപ്പിച്ചത്. ഇത്ര വലിയൊരു ഷോക്ക് സഞ്ജുവോ അദ്ദേഹത്തിന്റെ ആരാധകരോ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ഒരിക്കലും ഇഷാൻ കിഷൻ സഞ്ജുവിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ സഞ്ജുവിനേക്കാൾ മുകളിൽ കളിക്കുമെന്നോ ആരും തന്നെ കരുതിയിട്ടില്ലായിരുന്നു. സഞ്ജുവിനും സഞ്ജുവിന്റെ ആരാധകർക്കും ആഘാതം സംഭവിച്ചത് അവിടെ തന്നെയായിരുന്നു. ഒരേ ഒരു പരമ്പര കഴിഞ്ഞതോടെ എല്ലാം മാറി മറിയുന്ന ഒരു കാഴ്ച അതാണ് നമ്മൾ കാണുന്നത്. ന്യൂസിലൻഡുമായി അവസാനം കളിച്ച 5 മത്സരങ്ങളുടെ പരമ്പരയിലാണ് സഞ്ജുവിനെ ബെഞ്ചിലും ഇഷാനെ 11-ലും എത്തിച്ചത്. പക്ഷേ ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം വാട്ടർ ബോയ് ആയി ബെഞ്ചിൽ തന്നെ ഒതുങ്ങുമെന്ന് ഉറപ്പിക്കാൻ വരേണ്ടതാണ്. ടൂർണമെന്റിലെ ഒരു കളിയിൽ സഞ്ജുവിന് 11-ൽ കാണാൻ ഭാഗ്യമുണ്ടായേക്കും. ഏതാവും ഈ മത്സരമെന്നും അതിന്റെ കാരണം എന്താണെന്നും നോക്കേണ്ടതുണ്ട്. ലോകകപ്പിന്റെ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഇത്തവണ ഉൾപ്പെട്ടിരിക്കുന്നത്. ബദ്ധവൈരികളായ പാകിസ്ഥാനോടൊപ്പം അമേരിക്ക, നമീബിയ, നെതർലൻഡ്സ് എന്നിവരാണ് മറ്റു ടീമുകൾ. ഗ്രൂപ്പിൽ ഇന്ത്യക്കാകെ 4 മത്സരങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇവയിൽ 3 മാത്രമേ ഇന്ത്യക്ക് ഇറങ്ങേണ്ടി വരികയുള്ളൂ. കാരണം 15-ന് ശ്രീലങ്കയിൽ കൊളംബോയിൽ നടക്കാനിരിക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങില്ലെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ ഈ കളിയിലെ തന്നെ 2 പോയിന്റും ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സൂപ്പർ 8-ലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണവും എളുപ്പമാക്കും. ഈ ശനിയാഴ്ചയാണ് 1 മാസം നീളുന്ന T20 ലോകകപ്പിന് തുടക്കമാവുക. സൂര്യകുമാർ യാദവും സംഘവും ഇതേ ദിവസം തന്നെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്യും. രാത്രി 7 മണിക്ക് മുംബൈയിലെ വാങ്ക്ഡെ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ അമേരിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വലിയൊരു മാർജിനിൽ തന്നെ ഈ മത്സരത്തിൽ ജയിച്ചു കയറാനാകും സൂര്യയുടെയും സംഘത്തിന്റെയും പ്രധാനപ്പെട്ട ശ്രമം. അതിനുശേഷം 12-ന് നമീബിയയുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. രാത്രി 7 മണി മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഇരു ടീമുകളും കൊമ്പുകോർക്കുക. തുടർന്നാണ് 15-ന് പാകിസ്ഥാനുമായുള്ള മത്സരം ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നടക്കാനിരിക്കുന്ന സാധ്യതയില്ലാത്തതിനാൽ തന്നെ ഇന്ത്യക്ക് നീണ്ടൊരു ബ്രേക്കും ലഭിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. 12-ലെ മത്സരശേഷം പിന്നീട് 18-ന് മാത്രമേ ഇന്ത്യക്ക് അടുത്ത കളി ഉണ്ടാവുകയുള്ളൂ. അവസാന ഗ്രൂപ്പ് മത്സരവും ഇത് തന്നെയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നെതർലൻഡ്സുമായാണ് ഇന്ത്യ ഏറ്റുമുട്ടുക. പാകിസ്ഥാനുമായുള്ള മത്സരമല്ലെങ്കിൽ ആദ്യ 3 കളിയിൽ നിന്നും 6 പോയിന്റ് ഇന്ത്യയുടെ അക്കൗണ്ടിലെത്തും. സൂപ്പർ 8-ലേക്ക് എത്താൻ ഇതുതന്നെയാണ് ധാരാളം. അതുകൊണ്ട് തന്നെ നെതർലൻഡ്സുമായുള്ള കളിയിൽ ചില പരീക്ഷണങ്ങളും ഇന്ത്യക്ക് ധൈര്യമായി നടത്താൻ സാധിക്കും. ഈ മത്സരത്തിലാകും സഞ്ജു സാംസണിന് ഇന്ത്യ അവസരം നൽകിയേക്കുക. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരിൽ ഒരാൾക്ക് വിശ്രമം നൽകിയാകും ഓപ്പണിംഗിൽ മലയാളി താരത്തെ കളിപ്പിക്കുന്നതും. ടൂർണമെന്റിൽ തന്നെ അദ്ദേഹത്തിന് അവസരം പ്രതീക്ഷിക്കാവുന്ന ഏക മത്സരവുമാണ് ഇത് മാത്രമാണെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം.